നമസ്കാരം. നിളവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 9 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ 68-കാരന് 15 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും. ഒറ്റപ്പാലം മനുശ്ശേരി സ്വദേശി കൃഷ്ണൻകുട്ടിക്കാണ് പട്ടാമ്പി പോക്സോ അതിവേഗ കോടതി ജഡ്ജ് രാമു രമേശ് ചന്ദ്രബാനു ശിക്ഷ വിധിച്ചത്. 9 വയസ്സുള്ള പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതി മനുശ്ശേരി തൃക്കങ്ങോട് സ്വദേശി 68-കാരനായ കൃഷ്ണൻകുട്ടിക്കാണ് 15 വർഷം കഠിന തടവും 2 ലക്ഷം രൂപയും പിഴ ശിക്ഷ വിധിച്ചു. പട്ടാമ്പി പോക്സോ അതിവേഗ കോടതി ജഡ്ജ് രാമു രമേശ് ചന്ദ്രബാബു ശിക്ഷ വിധിച്ചത്. പിഴസംഖ്യ ഇരയ്ക്ക് നൽകുവാനും വിധിയായി. ഒറ്റപ്പാലം സബ് ഇൻസ്പെക്ടർ കെ പ്രവീണായിരുന്നു കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ ഹാജരായി. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മഹേശ്വരി പ്രോസിക്യൂഷനെ സഹായിച്ചു. തൃത്താല വി കെ കടവ് പള്ളിക്ക് സമീപം ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച വാഹനാപകടം. ഒരാൾക്ക് ഗുരുതര പരിക്ക്. ഉച്ചയ്ക്ക് 3 മണിക്ക് പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയും തൃത്താല ഭാഗത്തു നിന്നും വരികയായിരുന്ന ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ പരിക്ക് പറ്റിയ തൃത്താല സ്വദേശിയെ പട്ടാമ്പി നീള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബൈക്കിന്റെ മുൻഭാഗവും ഓട്ടോറിക്ഷയുടെ മുൻഭാഗവും പൂർണ്ണമായും തകർന്നു. കൃഷിക്കും ഭവന നിർമ്മാണത്തിനും മുൻഗണന നൽകി തൃത്താല ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ ബജറ്റ് അവതരണം നിർവഹിച്ചു. 29,47,23,172 രൂപ വരവും 28,70,38,000 രൂപ ചെലവും 66,85,172 രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ലൈഫ് മിഷൻ IAY പദ്ധതികളിൽ ഉൾപ്പെടുത്തി സമ്പൂർണ്ണ ഭവന നിർമ്മാണം, വനിതാ വികസനത്തിനും വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനത്തിനുമായുള്ള പദ്ധതികൾ നടപ്പിലാക്കാനും പഞ്ചായത്ത് മുൻഗണന നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത് ജനപ്രതിനിധികൾ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട ഫണ്ടുകൾ സംസ്ഥാന സർക്കാർ അനുവദിക്കുന്നില്ല എന്നാരോപിച്ച് ജനപ്രതിനിധികളുടെ പ്രതിഷേധം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ കോൺഗ്രസ് നേതാവ് AP രാമദാസ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട പ്ലാൻ ഫണ്ടും മെയിന്റനൻസ് ഗ്രാന്റും LDF സർക്കാർ നൽകുന്നില്ലെന്നാരോപിച്ചാണ് പഞ്ചായത്ത് രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സംഘടനയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിലായിരുന്നു ധർണ നടത്തിയത്. പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ കോൺഗ്രസ് നേതാവ് AP രാമദാസ് ഉദ്ഘാടനം ചെയ്തു. കേവലം 19 ദിവസങ്ങളാണ് ഇനി ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ബാക്കി നിൽക്കുന്നത്. ഇനിയും ഫണ്ടുകൾ അനുവദിക്കാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഞെക്കിക്കൊല്ലുന്ന ഒരു സമീപനമാണ് ഇന്ന് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനെതിരെയുള്ള ഒരു പ്രതിഷേധ സമരമാണ് ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വികസന പ്രവർത്തനങ്ങളുടെ സ്തംഭനമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഫണ്ട് അനുവദിക്കാതെ റോഡായാലും അതേപോലെ തന്നെ ഏത് വികസന പ്രവർത്തനമായാലും 40,000 രൂപയ്ക്ക് മേലെയുള്ള ഒരു ഫണ്ടും ഇന്ന് ട്രഷറികളിൽ നിന്നും മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ എന്നുള്ള നിലയിൽ വളരെ ബുദ്ധിമുട്ട് സാധാരണക്കാർ വന്ന് സംസാരിക്കുമ്പോൾ വീടിൻ്റെ റിപ്പയർ അനുവദിക്കുക, അതുപോലെ തന്നെ ലാട്രിൻ്റെ റിപ്പയർ കേവലം വളരെ തുച്ഛമായ സംഖ്യ അനുവദിച്ച് പ്രവൃത്തികളൊക്കെ തീർന്നിട്ടും അതിൻ്റെ ബില്ല് പാസ്സാവാത്ത തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലനിന്ന് വരുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ അധ്യക്ഷയായിരുന്നു. PT മുഹമ്മദ്, TK ഷുക്കൂർ, PP ഉണ്ണികൃഷ്ണൻ, C സംഗീത, ഷെഫീന ഷുക്കൂർ, മാളുക്കുട്ടി, രമാദേവി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തിരുവേപ്പുറ പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ധർണ ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ M രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK അസീസ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K ശ്രീജേഷ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E കാഞ്ചന, അംഗങ്ങളായ EK സുനിത, K ഷംസുദ്ദീൻ, TP വസന്ത, PT ഹംസ, M അബ്ബാസ്, TP മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. ഇനിയൊരു ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ
അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പട്ടാമ്പിയിൽ ഡോക്ടർ ഹുറൈൻകുട്ടി അനുസ്മരണവും സൗജന്യ മേഘ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കും. ഈ മാസം 17-നാണ് അനുസ്മരണവും ക്യാമ്പും നടത്തുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അരനൂറ്റാണ്ട് കാലത്തിനപ്പുറം കൂടല്ലൂരിന്റെ ഡോക്ടറും ആയുർവേദ രംഗത്തെ ആചാര്യ തുല്യനുമായിരുന്ന ഡോക്ടർ ഹുറൈൻകുട്ടിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് പട്ടാമ്പിയിൽ അനുസ്മരണ സമ്മേളനവും ആയുർവേദ മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 17-ന് രാവിലെ 10 മുതൽ പട്ടാമ്പി ചോലക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അനുസ്മരണവും ക്യാമ്പും ഒരുക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡിന്റെ സഹകരണത്തോടു കൂടിയാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. മന്ത്രി MB രാജേഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ മാനേജിംഗ് ഡയറക്ടർ ദേവിദാസ് വാര്യർ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള അബ്ദുള്ളക്കുട്ടി സാഹിബിന്റെയും വൈദ്യരുമ്മ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന തിത്തുമ്മയുടെയും മകനായി ജനിച്ച് ആ സമയത്ത് തന്നെ കുട്ടിക്കാലം മുതൽ വൈദ്യരുമ്മയുടെ വൈദ്യ ചികിത്സ കണ്ടു വളർന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ PK ഉറയർകുട്ടി. ആ പാരമ്പര്യ ചികിത്സ നടത്തിയിരുന്ന തിത്തുമ്മ തൻ്റെ മകനെ ശാസ്ത്രീയമായ ഒരു ഡോക്ടർ ആക്കണം എന്നുള്ളത് ഏകദേശം ഒരു 50-60 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തീരുമാനമെടുത്ത് തൻ്റെ മകനെ ഡോക്ടറാക്കി കോട്ടക്കൽ ആയുർവൈദ്യശാലയിൽ നിന്ന് പഠിപ്പിച്ച് ബിരുദധാരിയായി ഇറക്കിയ ശേഷം അദ്ദേഹം തൻ്റെ ചികിത്സ തുടങ്ങിവെച്ചത് വൈദ്യമഠം വലിയ നാരായണൻ നമ്പൂതിരിയുടെ ശിഷ്യനായി, പെരിങ്ങോടുള്ള വൈദ്യമഠത്തിന്റെ ശിഷ്യനായി അദ്ദേഹത്തിന്റെ കൂടെ കുറകാലം പ്രാക്ടീസ് ചെയ്യുകയും പിന്നീട് സ്വന്തമായി കൂടല്ലൂരിൽ ചികിത്സാ രംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ PK ഉറയർകുട്ടി. മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ആര്യവൈദ്യ ഫാർമസി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൃഷ്ണദാസ് വാര്യർ നിർവഹിക്കും. പ്രമുഖ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകും. കൂടാതെ സൗജന്യ ബ്ലഡ് പരിശോധനയും ക്യാമ്പിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചീഫ് കോർഡിനേറ്റർ KS മുരളി, AVP ജനറൽ മാനേജർ ഡോക്ടർ M ഷാജു തോമസ്, ഡോക്ടർ PK നിയാസ് ഹുറൈൻകുട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഓർമ്മ നിലനിർത്തുന്നതിനും അദ്ദേഹം സമൂഹത്തിന് നൽകിയിട്ടുള്ള വലിയ നേട്ടങ്ങൾ ഓർക്കുന്നതിനും അത് അടുത്ത പരമ്പരയിലൂടെ തുടർന്നു പോകുന്നതിനും AVPയും എപ്പോഴും സന്നദ്ധമായിട്ടാണ് നിൽക്കുന്നത്. AVPയെ കുറിച്ച് നിങ്ങൾക്കറിയാം, ഞാൻ പറയാതെ തന്നെ അറിയാം. ആര്യവൈദ്യ ഫാർമസിയെ കുറിച്ച് നിങ്ങൾക്കറിയാം. പരമ്പര നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 120 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ് AVP. ആദ്യ വൈദ്യൻ തുടങ്ങി നോക്കുമ്പോൾ 120 വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ്. ഇപ്പൊ കൃഷ്ണകുമാർജി മൺമറിഞ്ഞു പോയി. അദ്ദേഹത്തിന് ശേഷം അടുത്ത ശ്രീ ദേവിദാസ് വാര്യരാണ് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ. അദ്ദേഹം 17-ാം തീയതിയോടെ വരുന്നുണ്ട്. ഈ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായി. ഭക്തിനിർഭരമായ ചടങ്ങിലായിരുന്നു ഉത്സവ കൊടിയേറ്റം. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷത്തിന് ഭക്തിനിർഭരമായ തുടക്കം. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഉത്സവ കൊടിയേറ്റം നടന്നത്. ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറടത്ത് ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മലമൽക്കാവ് മനോജ് മാരാരും സംഘവും വാദ്യമേളങ്ങൾക്ക് നേതൃത്വം നൽകി. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായുള്ള കലാപരിപാടികൾക്കും തുടക്കമായി. കഴിഞ്ഞ ദിവസം മൽഹാർ ഓങ്ങല്ലൂർ സംഘത്തിലെ വാസുദേവൻ മുതുകുറിച്ചി, ചിന്മയ് നാരായണൻ കൂക്കമ്പാറ എന്നിവർ അവതരിപ്പിച്ച സോപാന സംഗീതവും മഞ്ഞളിങ്ങൽ ശിവദം കൈക്കൊട്ടിക്കളി സംഘത്തിന്റെയും
ഓങ്ങല്ലൂർ ജൂനിയർ കറുക കൈക്കൊട്ടിക്കളി സംഘത്തിന്റെയും കൈക്കൊട്ടിക്കളിയും അരങ്ങേറി. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിക്ക് തിരുവാതിരക്കളിയും ഡോക്ടർ കൃഷ്ണേന്ദുവും സംഘവും അവതരിപ്പിക്കുന്ന നങ്ങ്യാർകൂത്തും അരങ്ങേറും. 20-ന് ആറാട്ടോടുകൂടിയാണ് ഉത്സവം സമാപിക്കുക. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി MPPM സൺഡേ സ്കൂളിന്റെ 95ാമത് വാർഷികാഘോഷവും സമ്മാനദാനവും ഞായറാഴ്ച നടന്നു. എടപ്പാൾ നടുവട്ടം കാലടിത്തറ വടക്കേ മണലിയർക്കാവ് ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവം വർണ്ണാഭമായി. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്കു ശേഷം പറവെപ്പോടെയാണ് ഉത്സവ പരിപാടികൾ ആരംഭിച്ചത്. പഞ്ചവാദ്യം, എഴുന്നള്ളിപ്പ്, ആലങ്കോട് കുട്ടനാരുടെ മേളം, ദേശവരവുകൾ എന്നിവയുണ്ടായി. രാത്രി നാഗസ്വരം, ആലങ്കോട് മണികണ്ഠൻ, സന്തോഷ് ആലങ്കോട് എന്നിവരുടെ ഇരട്ട തായമ്പക, പാട്ടുകളിയാട്ടം, കല്ലാറ്റ്, കരുണാകരക്കുറുപ്പിന്റെ കളമെഴുത്തുപാട്ട് എന്നിവയും നടന്നു. രാത്രി നാടൻപാട്ടുമുണ്ടായി. ഉത്സവത്തിന് മുന്നോടിയായി തിങ്കളാഴ്ച രാത്രി മുതൽ പതിരുവാണിഭം, കാളച്ചാൽ പൂരാഘോഷ കമ്മിറ്റി ഒരുക്കിയ എടപ്പാൾ വിശ്വനാഥന്റെ ഗാനമേളയും അരങ്ങേറി. ഇതോടെ നിളവര വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.